തന്നെ ഇവിടെ പുറത്തു വന്നു. ഇത്രയും വ്യാജമായ ഒരു പ്രവൃത്തി, വ്യാജമുടി, അതിന് വ്യാജ സനത്, അതിന് വ്യാജമായ വാദങ്ങൾ, ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ഇന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസക്തി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എടുത്ത തീരുമാനം ഇന്നും അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. വ്യാജമുടി ഒരിക്കലും തന്നെ അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല. വ്യാജ സനത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല. കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഉണ്ടാക്കിയവരും ആ ഉണ്ടാക്കാൻ കൂടിക്കൊടുത്തവരും അത് ഉണ്ടാക്കിയതിനു ശേഷം കൈമാറുന്ന ആളുകളും ഒക്കെ തന്നെ ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഈ പച്ച സത്യം തുറന്നു പറയാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളൊക്കെ കുറെ ഇതിൽ ഈ വ്യാജമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു. ഞങ്ങൾ ഇതൊക്കെ ചെയ്തു പോയി. അതിന്റെ തൗബ ഈ സമുദായത്തിന്റെ മുന്നിൽ ഇത് തുറന്നു പറയാനില്ല, നിവൃത്തിയില്ല. അതുകൊണ്ട് സത്യമാണ്, ഒരിക്കലും തന്നെ ഈ മുടി പ്രവാചകന്റെ മുടിയാണെന്ന് ഈ പറയുന്ന വിഭാഗത്തിന് ഈ ദുന്യാവിൽ തെളിയിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല. അവർ വളരെ വ്യക്തമായി പറഞ്ഞു. എന്താണത് കാരണം? അത് ബോംബെയിലുള്ളൊരു മുടിക്കച്ചവടക്കാരൻ, ബോംബെയിലൊരു മുടിക്കച്ചവടക്കാരൻ അത് കെട്ടുകെട്ടായി മുടി വെച്ച് അത് കെട്ടെടുത്തു കൊടുക്കുന്ന കാശ് എങ്ങനെ കിട്ടണു, എങ്ങനെ ചെല്ലണു നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ഈ മുടിന്റെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നാണ് ഈ പറയപ്പെട്ടവരുടെ കയ്യിലുള്ള മുടിയും വന്നിട്ടുള്ളത്. അതാര് പറഞ്ഞു? അവർ തന്നെ പറയുന്നു. അവർ പറഞ്ഞു എന്ന് മാത്രമല്ല, മുടി കൊടുത്ത ആളെ വീണ്ടും അവർ സമീപിക്കുകയാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഉറപ്പുവരുത്താൻ. അവർ സമീപിച്ചു, അവർക്ക് യാഥാർത്ഥ്യം ഉറപ്പായി. ആ ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ അവര് യഥാർത്ഥമായി ഈ സത്യങ്ങളൊക്കെ തന്നെ ഇന്ന് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ഇത്രയും ഹീനമായ മാർഗം സ്വീകരിക്കേണ്ടത്? ഇത് ദീനിന്റെ മാർഗമാണോ? ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ, പരിശുദ്ധ ഹഖ് പ്രചരിപ്പിക്കാൻ, സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ ഈ ഹീനമാർഗം, ഇത്രയും മോശമായ മാർഗം അതെന്തിനു സ്വീകരിച്ചു? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇവിടെ ഇപ്പൊ വിവാദം അതൊരു വലിയ ഒരു കാര്യമായിക്കൊണ്ട് ഇന്ന് ആ വിഭാഗത്തിന്റെ നേതാവും പറയാണ് വിവാദം, അനാവശ്യമായ വിവാദം. എന്താ വിവാദം? ഇപ്പൊ ഇവിടെ ഒരു വിവാഹപ്രായം എന്നുണ്ടായിരുന്നു, അതിവിടെ വിവാദമാക്കിപ്പോയി. ഇതൊരു അനവസരത്തിലുള്ള ഒരു നിലപാട് ഈ നിലയ്ക്ക് ഇവിടെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വിവാദം ഇവിടെ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ വിവാദം എവിടെയായിരുന്നു? ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായി, വളരെ ഹീനമായി, നിന്ദിച്ച രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്താൻ ദീനിന്റെ ശത്രുക്കൾക്ക്, അതുപോലെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് ആയുധമാക്കി കൊടുത്തത് ഈ മുടിയാണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെ സംബന്ധിച്ച് ഒരാൾ പ്രസംഗിച്ചതെന്താ? അങ്ങനെ ഒരു മുടിയോ? അതൊക്കെ വേസ്റ്റാണ്. ആരുടെ ദേഹത്തിൽ നിന്ന് പോന്നാൽ അത് വേസ്റ്റാണ്. ഒരു പ്രത്യേകത അതിനില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്ര മോശമായ നിലക്ക് ഈ മതവിരോധികൾക്ക് പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ വിവാദം സൃഷ്ടിച്ചതാരാ? ഇവിടെ ഈ മുടിയുമായി നടന്ന് അതിങ്ങനെ വെള്ളത്തിലിട്ട് ആ വെള്ളം ഇങ്ങനെ ഒന്നായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വിവാദം ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതാരാണോ അവർക്ക് ഇന്ന് അവരുടെ സ്വഭാവം വീണ്ടും അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചിരിക്കുക. അതാണ് ഈ വിവാഹപ്രായത്തിലും വന്നത്. വിവാഹപ്രായം എന്ന ഈ വിഷയം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മതസംഘടനകളൊക്കെ കൂടി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിവാഹപ്രായം എന്ന ഈ വിഷയം പൊതുജനങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകൾ, മാധ്യമങ്ങളെയൊക്കെ മുന്നിൽ അത് ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി